ശ്രീസ് ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ച രാജ്യം ഏതാണ്? മൗറീഷ്യസ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപാണ് ഷാഗോസ് ദ്വീപ്. ഈ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? മൗറീഷ്യസ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായ പ്രമുഖ വ്യവസായ സാമൂഹിക പ്രവർത്തക ആരാണ്? സുധാ റെഡ്ഡി. അപ്പോൾ മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായിട്ട് നിയമിതയായത് ആരാണ്? സുധാ റെഡ്ഡി. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനത്തിന്റെ പേര് എന്താണ്? ഡിജിപിൻ. അപ്പോൾ പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണേത്? ഡിജിപിന്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപാണ് ഷാഗോസ് ദ്വീപ്. ഈ ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ച രാജ്യം ഏതാണ്? മൗറീഷ്യസ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതയായത് ആരാണ്? സുധാ റെഡ്ഡി. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? ഡിജിപിൻ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 തണ്ണീർത്തടങ്ങളാണ് രാജസ്ഥാനിലെ ഫലോഡിയിലെ ഖിച്ചൻ, രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാർ. അപ്പോൾ രാജസ്ഥാനിൽ തന്നെയുള്ള 2 തണ്ണീർത്തടങ്ങളാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ ഫലോഡിയിലെ കിച്ചനും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയുടെ പേരെന്താണ്? വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. അപ്പോൾ ജൂൺ 7ന്റെ പ്രത്യേകത എന്താണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് ജൂൺ 7. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. അപ്പോൾ എന്താണ് 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം? സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആരാണ്? കാമിത റിത. നേപ്പാൾ സ്വദേശിയാണ്. 31 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കാമി റിത. നേപ്പാൾ സ്വദേശിയാണ്. 31 തവണയാണ്. ഷെർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കെൻഡൻ കൂൾ. ആരാണ്? കെൻഡൻ കൂൾ. ഇംഗ്ലണ്ട് 19 തവണ എവറസ്റ്റ് കീഴടക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കാമി റിത. നേപ്പാളാണ്. 31 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഷെർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കെൻഡൻ കൂള് എന്ന ഇംഗ്ലണ്ടാണ്. 19 തവണ എവറസ്റ്റ് കീഴടക്കി. അടുത്ത ക്വസ്റ്റ്യൻ: 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി മാത്രം ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? വാത്മിക് താപ്പറാണ്. വാത്മിക് താപ്പർ അറിയപ്പെടുന്നത് ടൈഗർ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ടൈഗർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയായിരുന്നു? വാത്മിക് താപ്പറിനെയാണ് ടൈഗർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. കടുവ സംരക്ഷണത്തിനായിട്ട് ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു ആര്? വാത്മിക് താപ്പർ. 2025 അന്തരിച്ചത്. അപ്പോൾ 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരായിരുന്നു? വാത്മിക് താപ്പറാണ്.
ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വാത്മിക് താപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കൂൾ തുറന്ന് 2 ആഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇനി മിണ്ടല്ലേ. അപ്പോൾ സ്കൂൾ തുറന്ന് 2 ആഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ദിൽന, കോഴിക്കോട്. ലഫ്റ്റനന്റ് കമാൻഡർ രൂപ കെ, പുതുച്ചേരി. പായ്വഞ്ചി INS തരിണിയാണ്. INS തരിണിയാണ് പായ്വഞ്ചി. അപ്പോൾ INS തരിണി എന്ന പായ്വഞ്ചിയിലാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡറായ രൂപ കെയും പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകളാണ്. 2005 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ് ആണ്. ആരാണ്? ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ആര്? ബാനു മുഷ്താഖ്. കൃതിയുടെ പേരാണ് ഹാർട്ട് ലാമ്പ്. കൃതിയുടെ പേരെന്താണ്? ഹാർട്ട് ലാമ്പ് എന്നാണ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ദീപ ബസ്തിയാണ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ആരാണ്? ദീപ ബസ്തി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ആര്? ബാനു മുഷ്താഖ്. കൃതിയുടെ പേരാണ് ഹാർട്ട് ലാമ്പ്. ഈ ഹാർട്ട് ലാമ്പ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ആരാണ്? ദീപ ബസ്തി. അപ്പോൾ ഈ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? മൗറീഷ്യസ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസിഡർ സുധാ റെഡ്ഡി. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതാണ്? ഡിജിപിൻ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 തണ്ണീർത്തടങ്ങൾ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഫലോഡിയിലെ കിച്ചനും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയുടെ പേരാണ് വായനാ വസന്തം, വീട്ടിലേക്കൊരു പുസ്തകം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് സുരക്ഷിത ഭക്ഷണം, ആരോഗ്യമുള്ള നാളെ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് കാമി റിത. നേപ്പാൾ സ്വദേശിയാണ്. 31 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. ഷെർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കെൻഡൻ കോൾ. ഇംഗ്ലണ്ടാണ്. 19 തവണയാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. 2025 അന്തരിച്ച വാത്മിക് താപ്പർ കടുവാ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനാണ്. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വാത്മിക് താപ്പറിനെയാണ്. സ്കൂൾ തുറന്ന് 2 ആഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകളാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ ദിൽനയും രൂപ കെയുമാണ്. പായ്വഞ്ചി INS തരിണി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരാണ്? ബാനു മുഷ്താഖ് ആണ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിയാണ്. ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയത് ദീപ ബസ്തിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം.
അപ്പോൾ ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്പെക്ട്രം. അടുത്തിടെ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് ഏതാണ്? ദക്ഷിണാഫ്രിക്കയിലെ അടുത്തിടെ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. പ്രതിമയുടെ ശില്പിയാണ് റാം വി സൂദർ. ആരാണ്? റാം വി സൂദർ ആണ്. അപ്പോൾ അടുത്തിടെ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. പ്രതിമയുടെ ശില്പി ആരാണ്? റാം വി സൂദർ. കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ്. 2025 ഏപ്രിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പപ്പൊട്ടാമസുകൾ ചാകാൻ ഇടയായ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. അപ്പോൾ 2025 ഏപ്രിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പപ്പൊട്ടാമസുകൾ ചാകാൻ ഇടയായ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി. അപ്പോൾ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. 2025 ഏപ്രിലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 ഏപ്രിലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് യു. അപ്പോൾ പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? ലവ് യു. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസത്തിനകമാണ്. അപ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകമാണ് തീരുമാനമെടുക്കേണ്ടത്? ഇത് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശമാണ്. 3 മാസത്തിനകമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ഏപ്രിലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കതാരിയ. 2025 ഏപ്രിലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരമാണ് വന്ദന കതാരിയ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. പോപ്പ് മാർപ്പാപ്പ കാലം ചെയ്തത് എന്നാണ്? 2025 ഏപ്രിൽ 21 പോപ്പ് മാർപ്പാപ്പ കാലം ചെയ്തത്. അപ്പോൾ ഈ പഠിച്ച ഇത്രയും നമുക്കൊന്ന് നോക്കാം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര സുരക്ഷയ്ക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്പെക്ട്രം. ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അടുത്തിടെ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. പ്രതിമയുടെ ശില്പി റാം വി സൂദർ. കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം. 2025 ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പപ്പൊട്ടാമസുകൾ ചാകാനിടയായ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോ.
സുപ്രീം കോടതിയുടെ 52ാമത് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ആര്? BR ഗവായി. 2025 ഏപ്രിലിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ലവ് യു. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷ. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷന്റെ അധ്യക്ഷനാര്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകമാണ് തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസം. 2025 ഏപ്രിലിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കതാരിയ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലംപാറ ഗ്രാമപഞ്ചായത്ത്. പോപ്പ് മാർപ്പാപ്പ കാലം ചെയ്തെന്നാണ്? 2025 ഏപ്രിൽ 21. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകം അന്യമായിരുന്നവരുടെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി ദീപ്തി. അപ്പോൾ കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകം അന്യമായിരുന്നവരുടെ കൈപിടിച്ചുയർത്താനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി. 2025 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഗജസിംഹ. 2025 നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഗജസിംഹ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഏത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്? പഹൽഗാം ഭീകരാക്രമണം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഏത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്? പഹൽഗാം ഭീകരാക്രമണം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? വിയറ്റ്നാം ആണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ഏത് മിസൈൽ വികസിപ്പിച്ചിട്ടുള്ളത്? ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഈ മിസൈൽ വാങ്ങാനായിട്ട് തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? വിയറ്റ്നാം. 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നിറ്റി. അപ്പോൾ എന്താണ് 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീഇൻവെസ്റ്റ്, റീഇമാജിൻ, റീഇഗ്നിറ്റി എന്നതാണ് 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം. 2025 ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M മുകുന്ദനാണ്. അപ്പോൾ 2025 ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M മുകുന്ദൻ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരിച്ചത് ആരൊക്കെയാണ്? കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ വ്യോമിക സിംഗുമാണ്. അപ്പോൾ ആരൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരിച്ചത്? കരസേനയിലെ കേണലായ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ വ്യോമിക സിംഗുമാണ്. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് G സുധാകരനാണ്. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? G സുധാകരൻ. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ഹൈദരാബാദ് ആണ്. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ഹൈദരാബാദ്. കര, നാവിക, വ്യോമസേനകളിലെ 12 വനിതാ ഓഫീസർമാർ മുംബൈയിൽ നിന്ന് സെഷൽസിലേക്കുള്ള 4000 നോട്ടിക്കൽ മൈൽ സമുദ്ര പര്യടനം നടത്തുന്ന കപ്പലാണ് IASV ത്രിവേണി. IASV ത്രിവേണി. സെയ്ഷൽസ് എന്തോ സംഭവം.
കര, നാവിക, വ്യോമസേനകളിലെ 12 വനിതാ ഓഫീസർമാർ മുംബൈയിൽ നിന്നും സെയ്ഷൽസിലേക്കുള്ള 4000 നോട്ടിക്കൽ മൈൽ സമുദ്ര പര്യടനം നടത്തുന്ന കപ്പൽ ഏതാണ്? IASV ത്രിവേണി. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അപ്പോൾ 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മ. കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണർ R. അജിത് കുമാർ. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് കമ്മീഷണർ ആരാണ്? R. അജിത് കുമാർ. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സുരക്ഷാസേന വധിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ കെല്ലർ. ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ കെല്ലർ. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കെല്ലർ. ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് തണലിടം. അപ്പോൾ എന്താണ് തണലിടം പദ്ധതി? ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാകുവാനായിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തണലിടം. കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് ബൽറാം കുമാർ ഉപാധ്യായ. ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായയാണ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ. 2025 മെയ്യിലെ പുതിയ UPSC ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? തണലിടം. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. നാഷണൽ ഡെങ്കു ഡേ മെയ് 16 അപ്പോൾ നാഷണൽ ഡെങ്കു ഡേ എന്നാണ്? മെയ് 16 നാഷണൽ ഡെങ്കു ഡേ. അംബികാസുധൻ മങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹമാക്കിയ നോവൽ അല്ലോഹലൻ. അപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ് ലഭിച്ചത്. അദ്ദേഹത്തെ ആ അവാർഡിന് അർഹമാക്കിയ നോവൽ ഏതാണ്? അല്ലോഹലൻ. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന K. സുധാകരൻ ആശാൻ യുവകവി പുരസ്കാരം നേടിയത് ആരാണ്? PS. ഉണ്ണികൃഷ്ണനാണ്. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന K. സുധാകരൻ ആശാൻ യുവകവി പുരസ്കാരം നേടിയത് ആരാണ്? PS. ഉണ്ണികൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനം. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനം. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? ബന്ധു ക്ലിനിക് പദ്ധതി. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് ഏച്ചിക്കാനം. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാൻ ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ആർക്ക് ലഭിച്ചു? സുഭാഷ് ചന്ദ്രന്. നാഷണൽ ഡെങ്കു ഡേ മെയ് 16. അംബികാസുധൻ മങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹമാക്കിയ നോവൽ ഏത്? അല്ലോഹലൻ. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന K. സുധാകരൻ ആശാൻ യുവകവി പുരസ്കാരം നേടിയത് PS. ഉണ്ണികൃഷ്ണൻ. ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? തണലിടം. കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ബൽറാം കുമാർ ഉപാധ്യായ. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ.
കേരളത്തിന്റെ എക്സൈസ് കമ്മീഷണർ ആർ അജിത് കുമാർ. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ജസ്റ്റിസ് സൂര്യകാന്ത്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ലഷ്കർ ഇ തോയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ കെല്ലർ. കരനാവികസേനകളിലെ 12 വനിതാ ഓഫീസർമാർ മുംബൈയിൽ നിന്നും സേഷൽസിലേക്കുള്ള 4000 നോട്ടിക്കൽ മൈൽ സമുദ്ര പര്യടനം നടത്തുന്ന കപ്പലിന്റെ പേരെന്താണ്? IASV ത്രിവേണി. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരിച്ചത് ആരാണ്? കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ വ്യോമിക സിംഗുമാണ്. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? G സുധാകരൻ. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന്റെ വേദി ഹൈദരാബാദ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം വിയറ്റ്നാം. 2025 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? മലേറിയ എൻഡ്സ് വിത്ത് അസ്, റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, റീ ഇഗ്നിറ്റി. 2025 ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? M മുകുന്ദനാണ്. കാഴ്ച പരിമിതിയുടെ പേരിൽ അക്ഷരലോകം അന്യമായിരുന്നവരുടെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണ്? ദീപ്തി. 2025 നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഏത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്? പഹൽഗാം ഭീകരാക്രമണം. 2025 ഏപ്രിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കതാരിയ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം. പോപ്പ് മാർപ്പാപ്പ കാലം ചെയ്തത് 2025 ഏപ്രിൽ 21-നാണ്. വനിതകൾക്കായിട്ട് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷന്റെ അധ്യക്ഷനാര്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ എത്ര മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം? 3 മാസത്തിനകം. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി. 2025 ഏപ്രിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും. പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഏത്? ലവ് യു. കുടുംബശ്രീയുടെ ജൻഗൽസ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ആദിവാസി സമൂഹങ്ങളുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും അവർക്ക് സാമ്പത്തിക അവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ്. 2025 ഏപ്രിൽ ആന്ത്രാക്സ് ബാധ മൂലം 50 ഹിപ്പോപ്പൊട്ടാമസുകൾ ചാകാനിടയായ രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം. അടുത്തിടെ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യമേത്? ദക്ഷിണാഫ്രിക്ക. പ്രതിമയുടെ ശില്പി റാംവി സൂദർ. പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ ലഫ്റ്റനന്റ് കമാൻഡറായ ദിൽന കെ ദിൽനയും ലഫ്റ്റനന്റ് കമാൻഡറായ രൂപ കെയുമാണ്. പായ്വഞ്ചി INS തരിണി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ബാനു മുഷ്താഖാണ്. കന്നഡ എഴുത്തുകാരിയാണ്. കൃതിയുടെ പേര് ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയതാരാണ്? ദീപ ബസ്തി. കടുവ സംരക്ഷണത്തിനായി മാത്രം ജീവിതം നീക്കിവെച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വാത്മിക് താപ്പറാണ്. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വാത്മിക് താപ്പറിനെയാണ്. സ്കൂൾ തുറന്ന് 2 ആഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗ പഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? കേരളം. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച രാജ്യമേത്? ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആര്? കാമി റിതയാണ്. 31 തവണ. ഷെർപ്പ വിഭാഗത്തിൽ നിന്നല്ലാതെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരാണ്? കെൻഡൻ പൂളാണ്, ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് വായനാ വസന്തം, വീട്ടിലേക്കൊരു പുസ്തകം.
ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 തണ്ണീർത്തടങ്ങൾ രാജസ്ഥാനിലാണ്. ഫലോഡിയിലെ ഖിച്ചനും രാജസ്ഥാനിലെ ഉദയ്പൂരിലെ മെനാറുമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപാണ് ഷാഗോസ് ദ്വീപുകൾ. ഈ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ചിട്ടുള്ള രാജ്യം ഏതാണ്? മൗറീഷ്യസ് ആണ്. മിസ് വേൾഡ് മത്സരത്തിന്റെ ഗ്ലോബൽ അംബാസഡർ ആരാണ്? സുധാ റെഡ്ഡി. പിൻകോഡിന് പകരം തപാൽ വകുപ്പ് ആരംഭിക്കുന്ന ഡിജിറ്റൽ അഡ്രസ് സംവിധാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഡിജി പിൻ എന്നാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്